നമസ്കാരം. എൻ്റെ വീഡിയോ കാണുന്നവരാരും മോശക്കാരാണെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷെ അവർക്കൊക്കെ ചിലർക്കെങ്കിലും അറിവ് കൂടുതലാണ് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. ഇത് പറയാൻ കാരണം ഞാൻ എൻ്റെ തുടക്കം മുതൽ വളരെ വ്യക്തമായി എൻ്റെ അഭിപ്രായങ്ങളാണ് പറയുന്നത് എൻ്റെ ചാനലിലൂടെ. ചില കാര്യങ്ങളെങ്കിലും മുൻകൂട്ടി നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവുമ്പോൾ ഇങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നും പറയാറുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ നിങ്ങൾക്ക് എത്ര കിട്ടി? എന്തെങ്കിലും അഭിപ്രായം പറയുമ്പോൾ അത് ആരുടെയെങ്കിലും പക്ഷം ചേർന്നാണ് എന്ന് തോന്നിയിട്ട് ഒരു പക്ഷം കൈക്കൂലി വാങ്ങിയിട്ടാണ് വെളുപ്പിക്കാനാണ് അത് അവരുടെ ഒരു ആഗ്രഹമാണ്. കാരണം ഞാൻ പറയുന്നത് എന്താണ് എന്ന് അവർ അങ്ങനെയാണ് മനസ്സിലാക്കിയത് എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഇവിടുത്തെ ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ചിന്തിക്കുന്നത് ഒരു പക്ഷം ചേർന്നാണ്, ഏതെങ്കിലും ഒരു പക്ഷം ചേർന്നാണ്. ഞാൻ അങ്ങനെയല്ല ചിന്തിക്കുന്നത്. ഞാൻ അതിന്റെ സൊല്യൂഷനാണ് ചിന്തിക്കുന്നത്. ഇത് എങ്ങനെ ഇത് പരിഹരിക്കാം, അത് പരിഹരിക്കാനുള്ള ഒരു മാർഗത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. സ്വാഭാവികമായും അത് ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടില്ല. ഏതൊരു കുട്ടി പറഞ്ഞതുപോലെ ചിലവർക്ക് ശരിയാവും, ചിലവർക്ക് ശരിയാവൂല, ഇന്റത് ശരിയായില്ല എന്ന് പറയുന്നത് പോലെയാണ്. ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞുതരാം. അൽമുക്താദർ ജ്വല്ലറിയെ കുറിച്ചും അതിന്റെ ഉടമയെക്കുറിച്ചും ഒക്കെ നേരത്തെ വളരെ കൃത്യമായി ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞിരുന്നു. അത് കാണാത്തവരാണ് ഇന്നലെ ഞാനിട്ട എന്റെ വീഡിയോയ്ക്ക് താഴെ വന്ന് എന്നെ പൊങ്കാലിടുന്നത്. സാരമില്ല. പക്ഷെ ഞാൻ എപ്പോഴും സൊല്യൂഷനാണ് ശ്രമിക്കാറ്. അത് അൽമുക്താദർ ആയാലും ഹൈറിച്ച് ആയാലും ആരായാലും അതിൽ കുറെ ആൾക്കാർ വിശ്വസിച്ചുകൊണ്ട് പണം ഇട്ടിട്ടുണ്ട്. ഒരു കാര്യം നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത്, ഈ പണമൊന്നും ആരും ഇങ്ങോട്ട് കൊണ്ടുപോയി ഇങ്ങോട്ട് കൊണ്ടുവന്ന് പിടിച്ചു വാങ്ങി കൊണ്ടുപോയൊന്നുമല്ല. കൂടുതൽ ലാഭം കിട്ടും എന്ന് ചെന്ന് പറഞ്ഞപ്പോൾ അധിക ലാഭം മൂത്ത് ആഗ്രഹിച്ചിട്ട് ആക്രാന്ന മൂത്ത് കൊണ്ടുവന്ന് ഇട്ട് കൊടുത്തതാണ്. ആരുടെ അക്കൗണ്ടിൽ നിന്ന് പിടിച്ചു പറിച്ച് ആരും കൊണ്ടുപോയിട്ടില്ല. ഈ വാഗ്ദാനങ്ങൾ കേട്ട് പറയുമ്പോൾ അത്രയും വാഗ്ദാനം കിട്ടില്ല എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി ഇല്ലാത്തതിന് ഈ പറ്റിപ്പുകാരെന്താ പഠിച്ചു? മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ അങ്ങനെയല്ല പറയുന്നത്. ഞാൻ അതിന്റെ സൊല്യൂഷൻ, ഏതൊരു ബിസിനസ്സും ഒരാൾ തുടങ്ങുന്നത് പറ്റിക്കാൻ വേണ്ടിയിട്ടല്ല. ഇവിടെ പറ്റിക്കാൻ വേണ്ടി തുടങ്ങിയ ഒന്ന് രണ്ട് കമ്പനികളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അതിനുശേഷം പൂട്ടിപ്പോയ കോടികൾ നഷ്ടപ്പെട്ട, എന്നാൽ പൂട്ടാതിരിക്കാൻ വേണ്ടി ഞാൻ തന്നെ സൊല്യൂഷൻ ചെയ്തു കൊടുത്തിട്ടുള്ള, എന്നാൽ അവർ സ്വീകരിക്കാതെ തന്നെ ആക്ഷേപിച്ചു വിട്ട ചില കാര്യങ്ങളോട് ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, DMG. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, കുറെ കാലം മുമ്പ് DMG, കുറെ വർഷങ്ങൾക്ക് മുമ്പാണ്. ആ കമ്പനിയിൽ കുറച്ച് പണം ഇട്ട് കഴിഞ്ഞാൽ ദിവസം ഇത്ര നമ്മുടെ അക്കൗണ്ട് കയറും, അങ്ങനെ ഇത്ര കയറും എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് പണം കൊണ്ടുവന്നിട്ടു. 6500 രൂപയാണ് ഇട്ടത്. പിന്നെ കൂടുതൽ കൂടുതൽ കിട്ടുന്നതനുസരിച്ച് വീണ്ടും ഇട്ടുകൊണ്ടേയിരിക്കും. എന്നോടും വന്ന് ഒരാൾ പ്ലാൻ പറഞ്ഞു, സാർ ഇങ്ങനെയാണ്, അത്ര കിട്ടും ഇത്ര കിട്ടും. ഞാൻ ചോദിച്ചു, ഗ്യാരണ്ടി ഉണ്ടോ? ഞാൻ പണം ഇടാം, നിങ്ങളുടെ വീടും സ്ഥലവും എനിക്ക് ഈട് തരാൻ പറ്റുമോ? എങ്കിലും ഞാൻ പണം ഇടാം. അതിനവർ തയ്യാറല്ല. സാറിന് കിട്ടിയ സാറിന് ബോധ്യമാവോ എന്ന് ചോദിച്ചുകൊണ്ട് എന്റെ പേർക്ക് എന്റെ മൊബൈൽ നമ്പരൊക്കെ കൊടുത്ത് ഒരു ID ഒക്കെ വെച്ച് അയാൾ, ഗൂഗിൾ പേ ഉണ്ടല്ലോ എന്റെ, അപ്പൊ അതിൽ വെച്ചുകൊണ്ട് അദ്ദേഹം 6500 രൂപ ഇട്ടു. ഞാനത് അറിയുന്നില്ല. 2 ദിവസം കഴിഞ്ഞപ്പോൾ എന്റെ അക്കൗണ്ടിലേക്ക് ഒരു 90 രൂപ കയറിയതായിട്ട് എനിക്ക് മെസ്സേജ് വന്നു. പിറ്റേന്ന് വീണ്ടും ഒരു 90 കയറിയതായിട്ട് മെസ്സേജ് വന്നു. മൂന്നാമത്തെ ദിവസവും 90 കയറിയപ്പോൾ എനിക്കൊരു സംശയം, എന്താ ഇങ്ങനെ ഡെയിലി ഇങ്ങനെ 90 കയറുക? ഞാൻ മറ്റേയാളെ വിളിച്ചു, എന്താ എന്തെങ്കിലും ചെയ്തോ? ഞാൻ നിങ്ങളുടെ പേരിൽ ഒരു 6500 രൂപ DMG ഇട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നിന്റെ ഗൂഗിൾ പേ നമ്പർ ഇങ്ങോട്ട് കൊണ്ടുപോവാ, ഞാനത് അങ്ങോട്ട് അയച്ചു തരാം, എനിക്ക് ആ പൈസ വേണ്ട എന്ന്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ആ 3 തവണ മാത്രമേ വന്നിട്ടുള്ളൂ. 4ാമത്തെ തവണ കമ്പനി ക്ലോസ് ആയി, പൂട്ടി. അതായത് 5ാമത്തെ ദിവസവും 6ാമത്തെ ദിവസവും ആള് ഫോൺ എടുക്കുന്നില്ല ഞാൻ വിളിച്ചിട്ട്. പിന്നീട് ഞാൻ DMGന്റെ സൈറ്റിൽ കയറി നോക്കുമ്പോഴാണ് തീർന്നത്, പൂട്ടിപ്പോയി. അതായത് തലേ ദിവസം വരെ ഇത് ഓക്കെയാണ്, ആനയാണ് ചേനയാണ് എന്ന് പറഞ്ഞാൽ പിന്നെ എന്റെ ഫോൺ എടുക്കാതെ. ഇത് DMGന്റെ അവസ്ഥ. ഞാനിത് അദ്ദേഹത്തോട് പറഞ്ഞു കൊടുക്കാൻ കാരണമുണ്ട്. പണ്ട് മറ്റൊരു കമ്പനിയിൽ ഞാൻ മെന്ററായി ചുമതലയേറ്റു. ഏകദേശം 1 മാസം പൂർത്തിയായപ്പോൾ തന്നെ കമ്പനിയുടെ റിയൽ പ്ലാൻ ഞാൻ കണ്ടു. എന്നോട് പറഞ്ഞതല്ല അതിന്റെ ഒരു വസ്തുത. ട്രെയിനിങ് മേഖലയിലായിരുന്നു എനിക്ക് ചെയ്യേണ്ടിയിരുന്നത്. ആ മേഖലയിൽ മെന്ററിംഗ് ആയിരുന്നു. കമ്പനിയുടെ ഇന്റേണൽ പോളിസികളിൽ ഞാൻ മെന്റർ ആയിരുന്നില്ല. അതുകൊണ്ടാണ് അത്തരം കാര്യങ്ങൾ ഞാൻ അറിയാതെ പോയത്. പക്ഷെ ഇന്റേണൽ പോളിസി എനിക്ക് അറിയേണ്ടി വന്നു പിന്നീട് മുന്നോട്ട് നീങ്ങുമ്പോൾ. അപ്പോൾ ഞാൻ അതിന്റെ പ്ലാൻ കണ്ടു. പ്ലാൻ കണ്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഇത് അധികകാലം പോകില്ല, നമുക്ക് ചീത്തപ്പേരുമാകും. ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ റിസൈൻ ചെയ്യണം, എനിക്കിത് താല്പര്യമില്ല. അങ്ങനെ ഞാൻ അവിടെ നിന്ന് റിസൈൻ ചെയ്ത് പോന്നു. ഏതാണ്ട് ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ കമ്പനി പൂട്ടി. നമ്മൾ അതിനകത്തുണ്ടായിരുന്നെങ്കിലുള്ള ചീത്തപ്പേര് നമുക്ക് വന്നേനെ. അന്ന് ആ കമ്പനിയുടെ കൂലി ഡയറക്ടർ ആയിരുന്ന ഒരാൾ, അതായത് ഇത്തരത്തിലുള്ള മണി ചെയിൻ കമ്പനികളൊക്കെ തുടങ്ങുന്നത് ഏതെങ്കിലും ഒരാൾ കാശ് മുടക്കി തുടങ്ങും, അയാൾ കൂലിക്ക് ഒരാളെ MD ആയിട്ട് വെക്കും. ഈ കൂലിക്കാരനാണ് ഇതിന്റെ ആള് എന്നാണ് വയ്പ്. ചിലപ്പോൾ ബിനാമി പേരിലായിരിക്കും, അയാളുടെ പേര് തന്നെ ആയിരിക്കും തുടങ്ങുക, പക്ഷെ അയാൾ ബിനാമി ആയിരിക്കും. അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു വ്യക്തി, ആ വ്യക്തി ആ കമ്പനി പൂട്ടിച്ച ശേഷം പിന്നീട് ഈ DMG ഞാൻ ഓപ്പൺ ചെയ്ത് എന്റെ ഡയറക്ടർ ബോർഡ് നോക്കുമ്പോൾ 5 ഡയറക്ടേഴ്സ് ഉണ്ട്. ആ 5 ഡയറക്ടർമാരിൽ ഒരാൾ അതാണ്. അതായത് മറ്റേ കമ്പനി പൂട്ടിച്ചിട്ടാണ് ഇത് തുടങ്ങിയത്. അപ്പോൾ ഇത് പൂട്ടിച്ചിട്ട് വേറെ തുടങ്ങിയിട്ടുണ്ടാവും. ഇവരിങ്ങനെ മനുഷ്യന്മാരെ പറ്റിച്ചുകൊണ്ടിരിക്കും. അതിൽ ചെന്ന് വീഴാൻ കുറെ ചെയ്യാൻ പാറ്റുകൾ ഉണ്ടാവും. അവരെ പണം പോകണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം
നിങ്ങളൊരു 10,000 രൂപ ഇടൂ, നിങ്ങൾക്ക് ഡെയിലി ഒരു 100 രൂപ വെച്ചിട്ട് 10,000 ദിവസം കയറും എന്ന് പറഞ്ഞാൽ കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കാനായിട്ട് തോന്നിയിട്ടല്ലേ? ഇത് എവിടെ നിന്നാണ് ഉണ്ടാകുന്നത് ചിന്തിക്കണ്ടേ? അതുപോലുള്ള ഒരുപാട് കമ്പനികൾ, അതിനാണ് തട്ടിപ്പ് എന്ന് പറയുന്നത്. തട്ടിക്കാൻ വേണ്ടി ഒരു നിശ്ചിത കാലം എത്തുമ്പോൾ ഇത്ര കോടി നമ്മുടെ അക്കൗണ്ടിൽ എത്തിക്കഴിഞ്ഞാൽ പൂട്ടണം എന്ന ഉദ്ദേശത്തോട് കൂടി തന്നെ തുടങ്ങുന്ന കമ്പനികളാണ്. അല്ലാതെ വ്യക്തമായ പ്ലാൻ അറിയാത്ത ഏതെങ്കിലും ചിലരൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്തു കളയാം, അത് ഞങ്ങൾക്ക് ഉഷാറാക്കി ചെയ്തു കളയാം എന്ന് കരുതി ചില വിദ്വാൻമാർ ഓതി കൊടുക്കുന്ന മന്ത്രങ്ങൾ ഏറ്റുമായി കൊണ്ടുവരുന്ന കമ്പനികളുണ്ട്. അതിലൊന്നായിരുന്നു ഹൈറിച്ച്. കാരണം ഞാൻ മറ്റൊരു കമ്പനിയുടെ മെന്ററായി വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഹൈറിച്ച് ഒന്നുമല്ലാത്തൊരു കമ്പനിയാണ്. ഇതിന്റെ 600-700 രൂപ ജോയിനിങ് ഫീസ് വെച്ചുകൊണ്ട് രണ്ടറ്റം ഒപ്പിച്ചു കൊണ്ടുപോകാൻ നിവൃത്തിയില്ലാതെ സെർവർ എമൗണ്ട് പോലും കൊടുക്കാൻ, സെർവറിന്റെ പൈസ പോലും കൊടുക്കാൻ നിവൃത്തിയില്ലാതെ ഉഴറുന്ന ഒരു കമ്പനിയായിരുന്നു ഹൈറിച്ച്. എന്നാൽ പിന്നീട് ഹൈറിച്ച് വളരെ വേഗം വളരുന്നതും അവസാനം ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ഒക്കെ വരുന്നതും കണ്ടു. ഞാനതിന്റെ പ്ലാൻ മനസ്സിലാക്കിയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഇത് ബഡ്സ് ആക്ടിന്റെ കീഴിൽ വരുന്നതാണ്, പണിയാകും. ഞാൻ പലതവണ അവരെ ഇൻഫോം ചെയ്തു, ഇത് നിങ്ങൾക്ക് പണിയാകും എന്ന്. അവസാനം ഇത് കേസായി, പ്രശ്നമായ സമയത്ത് ഞാൻ പറഞ്ഞു, ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്യും, നിങ്ങളുടെ സൈറ്റ് ബ്ലോക്ക് ആവും, ആകെ പ്രശ്നവും. അതിനു മുമ്പ് ചെറിയ ചില മാറ്റങ്ങൾ വരുത്തിയാൽ മതി. ആ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർക്ക് പണം തിരിച്ചു കൊടുക്കാൻ കഴിയും. അത്രത്തോളം ലാഭം നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയില്ല, പക്ഷേ ഒരു ചെറിയ ലാഭത്തിൽ നിങ്ങൾക്ക് ഇത് കൊണ്ടുപോകാൻ കഴിയും. ഇപ്പൊ നിലവിലുള്ള ആൾക്കാർ നിങ്ങൾക്ക് ചീത്തപ്പേരുണ്ടാകാതെ രക്ഷപ്പെട്ടു പോകാൻ പറ്റും എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളിത് കുറെ പഠിച്ചിട്ട് തന്നെയാണ്, ഞങ്ങളിത് കുറെ ചെയ്തിട്ട് തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ആക്ഷേപിച്ചുവിട്ടിരുന്നു. ഇങ്ങനെ ആക്ഷേപിച്ചു വിട്ടത് ഇതുപോലെ എന്റെ യൂട്യൂബ് ചാനലിന്റെ താഴെ കമന്റ് ഇടുന്ന കുറെ ആൾക്കാരുണ്ട്. അന്നും ഞങ്ങളിത് കുറെ കണ്ടതാണ്, ഹൈറിച്ചിനെ കുറിച്ച് നിനക്കത് അറിയാഞ്ഞിട്ടാണ്, നീ പഠിച്ചിട്ട് വാ എന്നൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പൊ എന്തായി? ഈ ചാനലിൽ ഹൈറിച്ചിനെ കുറിച്ച് എത്ര വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഹൈറിച്ചിൽ നിക്ഷേപിച്ചവർക്ക് പണം നഷ്ടപ്പെടാതിരിക്കാൻ എന്ത് ചെയ്യണമെന്ന് വളരെ കൃത്യമായി എത്രയോ വീഡിയോകൾ ഞാൻ ചെയ്തു. എന്നിട്ട് അതിന്റെ താഴെ വന്ന് എന്നെ തെറി വിളിച്ച് ഞങ്ങളത് ചെയ്യൂല എന്ന് പറഞ്ഞ് പരാതി കൊടുക്കാതെ എല്ലാവരും ഇരുന്നു. ഇപ്പൊ എന്തായി? 4, 3, 7 പേർ പരാതി കൊടുത്തു, നമ്മൾ പറഞ്ഞനുസരിച്ച് കൊടുത്തു, അവർക്ക് പണം തിരിച്ചു കിട്ടുന്ന ഉറപ്പായി. ബാക്കിയുള്ളവർ വായിൽ വിരലിട്ടുകൊണ്ട് വെറുതെ ഇരിക്കാം. ഇത് തന്നെയാണ് അവസ്ഥ. അപ്പൊ നമ്മൾ ചില കാര്യങ്ങൾ പറയും, നമുക്ക് ആരുടെയും പണം നഷ്ടപ്പെടണമെന്നൊരു ആഗ്രഹമില്ല. അതേപോലെ തന്നെയാണ് അൽമുക്താദറിന്റെ കാര്യം ഞാൻ പറഞ്ഞത്. അൽമുക്താദർ ജ്വല്ലറിക്കാരൻ എനിക്ക് പണം തന്നു കഴിഞ്ഞാൽ ഞാനിത് പറയാതിരിക്കും? അല്ലെങ്കിൽ അയാളെന്നെ എത്ര തരിക? അയാളെന്റെ കുട്ടിയാപ്പാടെ മോമല്ലാണോ? അതൊന്നുമല്ല. ഞാനതിന്റെ വാസ്തവമാണ് പറയുന്നത്. ഇത്തരത്തിലൊരു കമ്പനി മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ 2-3 പ്രോജക്റ്റുകൾ ചേർത്തേ പോകാൻ പറ്റുള്ളൂ. അതിലൊരു പ്രൊജക്ട് മാത്രമേ ആൾക്കാർ പുറത്തു പറയുള്ളൂ, അത് സ്വാഭാവികമാണ്. ഇപ്പൊ എന്റെ കമ്പനി നെക്സസ് വെഞ്ചേഴ്സ് LLC ഇപ്പൊ ഓപ്പൺ ആയി വരുന്നതേ ഉള്ളൂ. അതിനകത്ത് 3 പ്രൊജക്ടുകളാണ് മൊത്തം ഉള്ളത്. ഒരൊറ്റ പ്രൊജക്ട് മാത്രമേ ഞാൻ പുറത്ത് പറയുന്നുള്ളൂ. കാരണം അത് കണ്ടാൽ മതി. ബാക്കിയുള്ളത് എന്റെ പേഴ്സണലായിട്ട് എനിക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരേണ്ട വർക്കുകളാണ്. നല്ല റവന്യൂ വരുമെന്ന് എനിക്കറിയാം. എല്ലാം ഒന്നും പുറത്ത് പറയുന്നില്ല, അത് ബിസിനസ് സീക്രട്ടാണ്. അതുപോലെ എന്തെങ്കിലും ഉണ്ടാവുമെന്ന് ഞാൻ ധരിച്ചതാണ്. ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് ഉറപ്പൊന്നുമില്ല. അൽമുക്താദിന് വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. രണ്ടായാലും ഇത്തരത്തിൽ പണം തിരിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഷോർട്ട് ടൈമിൽ ഒരാൾക്കും കൊടുക്കാൻ കഴിയില്ല. ഇനി നേരാവണ്ണം നടക്കുന്ന ആളാണെന്ന് കരുതിക്കോളൂ. നേരാവണ്ണം നടക്കുന്ന ആൾക്കാർ, സത്യസന്ധമായി 100% സത്യസന്ധമായി ബിസിനസ് നടത്തുന്ന ഒരാൾ, അയാളിലേക്ക് കുറച്ച് ഇൻവെസ്റ്റ് കൊടുക്കുന്നു. ഷെയർ ആയിട്ടല്ല, കുറച്ച് പണം അയാൾക്ക് ബിസിനസ് ചെയ്യാൻ കൊടുക്കുന്നു. ആ കൊടുക്കുന്ന പണം ഒരു 100 ആളിൽ നിന്ന് 1 ലക്ഷം രൂപ വീതം അയാൾ വാങ്ങി, 1 കോടി രൂപ വാങ്ങി എന്ന് ചിന്തിച്ചോളൂ. ഈ 100 പേരും കൂടി ഒരുമിച്ച് ചെന്നിട്ട് ഞങ്ങൾക്ക് ഇപ്പൊ പണം വേണമെന്ന് പറഞ്ഞാൽ അയാൾക്ക് കൊടുക്കാൻ കഴിയും? 100% ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, കൊടുക്കാൻ കഴിയില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് അവിടെ അത് കിട്ടാൻ എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ച് കൃത്യമായി പഠിക്കാനേ പറ്റുള്ളൂ. അതിന് എന്തൊക്കെയാണ് അയാൾ ചെയ്യുന്നത്, ഏതൊക്കെ മേഖലയിലാണ് അയാൾ പ്രവർത്തിക്കുന്നത്, എവിടെയൊക്കെയാണ് അയാളുടെ നിക്ഷേപം ഉള്ളത്, എത്ര രൂപയാണ് ബാലൻസ് ഉള്ളത്, ഇതൊക്കെ നോക്കിയിട്ട് എങ്ങനെയാണ് നമുക്ക് എല്ലാവർക്കും പണം കൊടുക്കാൻ പറ്റുക എന്ന് ചിന്തിക്കണം. ഞാനൊരു മാതൃക പറഞ്ഞു തരാം. വർഷങ്ങൾക്ക് മുമ്പ്, ഏതാണ്ട് ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പ് മലപ്പുറത്ത് ഇതുപോലൊരു സംവിധാനം ഉണ്ടായിരുന്നു. അൽമുക്താദറിന്റെ മറ്റൊരു പതിപ്പ്, അതായത് ഓർക്കിഡ് ഗ്രൂപ്പ് എന്ന് പറയും. ഒരാളാണ് അതിന്റെ ആള്. ആ ഓർക്കിഡ് ഗ്രൂപ്പ് ഒരു പന്തുകളിയോട് കൂടിയാണ് അത് ഫേമസ് ആയത്. അതിനുശേഷം ഓർക്കിഡ് ഹോസ്പിറ്റലുണ്ട്, ഓർക്കിഡ് ജുവലറി ഉണ്ട്, ഓർക്കിഡ് ടെക്സ്റ്റൈൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ മുഴുവൻ ഓർക്കിഡിനെ തട്ടി നടക്കാൻ പറ്റാത്തൊരവസ്ഥയായി. അവസാനം എന്തായി? അവസാനം അയാൾ തൂങ്ങി മരിച്ചു. അതിന്റെ ഓണർ തൂങ്ങി മരിച്ചു. എന്താ കാരണം? ഈ ബിസിനസ് സംരംഭങ്ങൾ ധാരാളം തുടങ്ങി, അതിന്റെയൊക്കെ റവന്യൂ വരും. കാരണം അത്രത്തോളം ബിസിനസ് സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു. അതായത് എത്ര ഇൻവെസ്റ്റ്മെന്റ് വാങ്ങിയിട്ടുണ്ടോ അതൊക്കെ പ്രോഡക്റ്റുകളായി അവിടെയും ഇവിടെയും ഒക്കെ ചെയ്തിട്ടു. പക്ഷെ ചില പ്രോഡക്റ്റുകളിൽ ഉദ്ദേശിച്ച പോലെ ബിസിനസ് വന്നില്ല. ബിസിനസ് വരാതെ വന്നപ്പോൾ ആ മേഖലയിലുള്ള സ്റ്റാഫുകൾ, ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ അൽമുക്താദിന്റെ ജ്വല്ലറിന്റെ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള അതിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. അതിലേതോ ഒരു സ്ഥാപനം അവർക്ക് ക്ലോസ് ചെയ്യേണ്ടി വന്നു. ഉദ്ദേശിച്ച രീതിയിൽ ലാഭമല്ല. ഞാൻ എപ്പോഴും പഠിപ്പിച്ചു കൊടുക്കുന്നത്, ഒരു ബിസിനസ് മെന്റർ എന്ന നിലയിൽ പഠിപ്പിച്ചു കൊടുക്കുന്നത്, ലാഭകരമല്ല എന്നുണ്ടെങ്കിൽ അത് പൂട്ടണം, വെച്ചുകൊണ്ട് നടക്കരുത്. പിന്നെ
അങ്ങനെ ഇവർ ആ സ്ഥാപനം പൂട്ടി, ഓർക്കിഡ് അത് പൂട്ടിയിട്ട് ഇപ്പുറത്ത് അതിന്റെ ഫണ്ട് മറ്റു കാര്യങ്ങൾ വിനിയോഗിക്കാൻ ചെയ്യുന്ന സമയത്ത് അവിടുത്തെ സ്റ്റാഫുകൾ, ആ പൂട്ടിയ സ്ഥാപനത്തിലെ സ്റ്റാഫുകൾ അതിൽ പണം ഇൻവെസ്റ്റ് ചെയ്തോണ്ട് ചെന്ന് പറഞ്ഞു, ഞങ്ങളെ സ്ഥാപനത്തിൽ ഇറങ്ങിയിട്ടോ ഓർക്കിഡ് സ്ഥാപനം പൂട്ടിയിട്ടോ എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് അറിയാമല്ലോ കാട്ടുതീ പോലെ പടരുന്നത്. ഇങ്ങനെ കാട്ടുതീ പോലെ പടർന്നപ്പോൾ സകലമാന ആൾക്കാരും പണത്തിന് വേണ്ടി ഇയാളെ സമീപിക്കാൻ തുടങ്ങി. അപ്പൊ കൊടുക്കാൻ കഴിയാതെ വന്നു. ആദ്യം വന്നവർക്ക് ഒരു സ്വാഭാവിക വരവായിരിക്കും എന്ന് കരുതി മറ്റുള്ളവരിന്ന് തിരിമറി ചെയ്ത് കൊടുത്തു. അവസാനം തിരിമറി ചെയ്ത് കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ വന്നു. പിന്നെ സ്ഥാപനം വിൽക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വില കാണൂല, അങ്ങനെ ഉണ്ടല്ലോ. അത് അങ്ങനെ മുഴുവൻ ആകെ കുടുങ്ങി എരപ്പായി. പിന്നെ ഇദ്ദേഹം തൂങ്ങി മരിച്ചപ്പോൾ എല്ലാവർക്കും സമാധാനമായി. ഇന്ന് രാവിലെ കൂടി ഞാൻ ചിലർ സംസാരിച്ചു. എനിക്കറിയാം 8 ലക്ഷം 10 ലക്ഷം, ഇന്നത്തെ അല്ല, 15 വർഷം മുമ്പുള്ള 8 ലക്ഷം 10 ലക്ഷം മുതൽ 1 കോടി രൂപ വരെ ഉള്ള ആൾക്കാരുണ്ട്. അതിൽ ഈ 1 കോടി 50 ലക്ഷം ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ എല്ലാവരും കൂടെ ചേർന്നിട്ട് ട്രസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ട്രസ്റ്റിന്റെ പേരിൽ ഇന്ന് മലപ്പുറത്ത് ഒരു ഓർക്കിഡ് ഹോസ്പിറ്റൽ നടക്കുന്നുണ്ട്. അങ്ങനെ മറ്റെന്തൊക്കെ സംരംഭങ്ങളുണ്ട്. കുറെ പേർക്ക് പൈസ പോയി, ഇതിലൊന്നും ഇടപെടാത്തവർക്ക് മുഴുവൻ പൈസ പോയി. ആരാ ചെയ്തത്? ഒരു സ്ഥാപനത്തിലെ നഷ്ടം കൊണ്ട് കൂട്ടിയിട്ടുള്ള ഒരു സ്ഥാപനത്തിലെ 2 or 3 സ്റ്റാഫുകളാണ് അവരെ ആ ജീവൻ എടുത്തതും അത്രയധികം പ്രശ്നം ഉണ്ടാക്കിയതും. അൽമുക്താദിനും അങ്ങനെ ആയിക്കൂടെ? ഇപ്പൊ കുറെ ജുവലറികളിൽ സ്വർണം ഉണ്ടായിരുന്നു, ഇപ്പൊ അത് കാണാനില്ല എന്ന് പറയുന്നു. അത് ഇയാൾ കൊണ്ടുപോയതായിക്കൊള്ളണമെന്നില്ല, അവിടുത്തെ സ്റ്റാഫുകൾ കൊണ്ടുപോയതാകാം, അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടവർ വന്ന് ബലമായി എടുത്തുകൊണ്ട് പോയതാകാം. അതങ്ങനെയാണ്. അതായത് ഏതൊരു കമ്പനിയും സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അതിന്റെ മൂലധനം, അതിന്റെ ഇൻവെസ്റ്റ്മെന്റ്, അതൊക്കെ പല ഭാഗത്തേക്കാണ് കിടക്കുക. എല്ലാവരും കൂടെ ഇളകി വന്നു കഴിഞ്ഞാൽ കൊടുക്കാൻ എവിടെയും കഴിയില്ല. അതേ ഞാൻ പറഞ്ഞോളൂ. എന്തെങ്കിലും ഉടനെ പറയുമ്പോൾ വെള്ളപൂശാൻ ഇറങ്ങുന്നു, അല്ലെങ്കിൽ അതുപോലെ ചെയ്യുന്നു, ഇതുപോലെ ചെയ്യുന്നു. എന്താ ഇപ്പൊ അയാളെ വെള്ളപൂശിട്ട് എനിക്കൊന്നും പറയാനില്ല. എനിക്കൊരൊറ്റ അഭിപ്രായമേ ഉള്ളൂ, എല്ലാവർക്കും പണം കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു സ്ഥാപനം നിലനിൽക്കേണ്ടതാണെങ്കിൽ അതിനെ നിലനിർത്തണം. അതിനെ നിലനിർത്തിക്കൊണ്ട് അതിനെ മനസ്സമാധാനമായി അതിനെ പ്രവർത്തിക്കാൻ അനുവദിച്ചുകൊണ്ട് ഒരറ്റത്ത് തന്നെ അത്യാവശ്യക്കാർക്ക് കുറേശ്ശെങ്കിലും കൊടുക്കാൻ കഴിയണം. അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കണം. അതിന്റെ സ്ഥാനത്ത് അയാൾ ഭൂലോക ചെറ്റയാണ്, അയാൾ ഭൂലോക ഫ്രോഡാണ്, ആയിക്കോട്ടെ, ഞാൻ സമ്മതിച്ചു തരാം, അയാൾ ചെറ്റയാണ്, ഫ്രോഡാണ്, അയാൾ ഫ്രോഡിത്തരം കാണിച്ചത് സകലതും അതാണ് കാണിച്ചത്. അയാളങ്ങ് പൂട്ടിയാണെ തച്ചം കൊല്ലാം, ഈ ആൾക്കാർക്ക് മുഴുവൻ പൈസ കിട്ടും. Different angles. Don't forget to subscribe and support this channel.